സുവിശേഷകൻ ES തോമസ് സാറിന് അർഹതപ്പെട്ടതായിട്ടുള്ള ഒരു അംഗീകാരം ബ്രദറൻ സഭയിൽ നിന്നോ ബ്രദറൻ സഭാ വിശ്വാസികളിൽ നിന്നോ ഒരു വേണ്ട രീതിയിലുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതി. ഞാൻ ഈ ബ്രോഷർ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ചില ആളുകൾ മെസ്സേജ് വന്നു, നല്ല അറിവും പ്രാഗൽഭ്യവും വചനപാണ്ഡിത്യവുമുള്ള സുവിശേഷകനാണ്, പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ബ്രദറൻ സഭയിൽ നിന്ന് സുവിശേഷൻ ES തോമസ് സാറിന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ചിലർ പറഞ്ഞു. അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ? അതിനകത്ത് യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് ദൈവവചനം നന്നായി അറിയാവുന്ന ആളാണെന്നും ഏത് സബ്ജക്റ്റും അനായാസേന ഞാൻ കൈകാര്യം ചെയ്യുന്നതൊക്കെ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഞാൻ ആദ്യം മുതലേ ഒരു ഇൻഡിപെൻഡൻസി സൂക്ഷിക്കുന്ന ആളായിരുന്നു, ഒരു സ്വതന്ത്ര നിലപാട് സൂക്ഷിക്കുന്ന ആളായിരുന്നു. ആ സ്വതന്ത്ര നിലപാടിലേക്ക് ഉണ്ടായിരുന്ന ഒരു വീക്ഷണം, ആശയപരമായി നമുക്ക് ചില വിഭാഗങ്ങളുടെ സംഘടന ഉണ്ടെങ്കിലും വീണ്ടും ജനിച്ചവരെല്ലാവരും ദൈവമക്കളായതുകൊണ്ട് സുവിശേഷത്തിന് ബന്ധനമില്ലെന്നും ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ നാം ആശയത്തെ മാത്രമേ എതിർക്കാവൂ, ആളുകളോട് ശത്രുത പുലർത്തരുത് എന്ന മനോഭാവം ഉണ്ടായിരുന്നു. 2, ഞാനൊരു തിരുവട്ട കൃഷ്ണൻകുട്ടിയോടെ നടന്ന ബാല്യകാലമായിരുന്നു. അതേ ഒരു നല്ല വിമർശകനായിരുന്നു. അപ്പം നിലവിലുള്ള വ്യവസ്ഥിതികളെ ഞാൻ രൂക്ഷമായി എൻ്റെ എഴുത്തുകളിൽ വിമർശിക്കുമായിരുന്നു. ആ വിമർശനം എന്ന് പറയുന്നത് നല്ലൊരു പങ്കാളികളും സ്വീകരിക്കുന്ന ഒരു നിലപാടില്ല. കാര്യം ഏത് മനുഷ്യനും ഇപ്പൊ സുജിത്തിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ഞാൻ അപ്രൈസ് ചെയ്ത സാജുവിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ച് ഞാൻ പ്രശംസിച്ചാൽ യു വിൽ ബി അപ്രൈസ്ഡ്. അത് സാധാരണ ഒരു മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ ഇഫ് ഐ പബ്ലിക്കലി ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ നെഗറ്റീവ് സൈഡ്, യു വിൽ നെവർ അപ്രീഷിയേറ്റ് മീ. അപ്പോൾ ഞാൻ എപ്പോഴും ദൈവപക്ഷത്ത് നിന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ മുഖപക്ഷം കൂടാതെ ചെയ്യുക എന്നൊരു നിലപാടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. 2, ഞങ്ങളുടെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണയുള്ള ഈ പെന്തക്കോസ്തൽ ചർച്ചസിലും ഒക്കെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒന്നാണ്. ഇവിടെ ആദ്യം മുതലേ ചില പ്രത്യേക നേതൃത്വത്തിലുള്ള ആളുകൾക്ക് അവരുടെ പ്രീതിയോ താല്പര്യമോ അല്ലെങ്കിൽ അതിനോട് ചേർന്നൊക്കെ നിൽക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഒരു പ്രോഗ്രസീവായിട്ടുള്ള പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഭാഗത്ത് ഞാൻ ഒരു പരാജയമായിരുന്നു. ഞാനും JC ദേവും ഒക്കെ ഒരു പരാജയമായിരുന്നു. കാരണം അറിയാം, തിരുവട്ട കൃഷ്ണൻകുട്ടി എങ്ങനെയായിരുന്നു? കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ നായകനായിട്ട് ഞങ്ങൾ കർത്താവിനെ കാണുന്ന ഒഴികെ അതിന് കീഴിൽ പിന്നെ മാനുഷികമായ ആരെയോടും ഒരു ദിവ്യത്വം കാണിക്കുകയോ വിധേയത്വം കാണിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷെങ്കിൽ സമൂഹം പ്രതീക്ഷിക്കുന്ന അതായിരിക്കാം എന്ന് ഞാൻ കണക്കാക്കുന്നു. 3ാമത് വേറൊരു ഫാക്ടർ ഉണ്ട്. അത് സ്വാഭാവികമായി ഞാൻ പറയാതെ യു നോ ഇറ്റ്. അതായത് ഏത് സമൂഹത്തിലും നിലവിലുള്ള ആളുകളെക്കാൾ അല്പം കൂടെ കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന ആളുകളെ കണ്ടു കഴിയുമ്പോൾ നിലവിലിരിക്കുന്ന ആളുകൾക്ക് ഒരു സ്ഥലകാല ഭ്രംശം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എനിക്കത് ഉണ്ടാകാറില്ല. കാരണം എന്ന് ചോദിച്ചാല്, ഇപ്പൊ ഞാൻ ഏറിയ വർഷങ്ങൾ സേവിച്ചു വന്ന തിരുവട്ട കൃഷ്ണൻകുട്ടി അവർക്ക് അദ്ദേഹത്തിന് ആരോടും വേറൊരാളുടെ പ്രസംഗത്തോട് അസൂയില്ലായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കുന്നവനാണ് ഞാൻ. അപ്പൊ എന്നെ അദ്ദേഹം പ്രൈസ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ താനൊരു ഒരു മികവുറ്റ പ്രഭാഷകനാണ്. അപ്പോൾ തന്റെ പ്രസംഗത്തെ വെല്ലുന്നൊരു പ്രസംഗം ഇവിടെ ഇപ്പൊ സാഹിത്യ ശൈലിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് വിരോധമില്ല. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച് സൂക്ഷിക്കാതാ എന്നുള്ളതിൽ. അപ്പൊ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഒരു പക്ഷെങ്കിൽ ഇതിന്റെ പിറകിലുണ്ടാവാം. പിന്നെ ഇതിലെല്ലാം പരമോന്നതമായ വിഷയം, ഞാനൊരു മാനുഷികമായ അംഗീകാരം ഒരിക്കലും ആവശ്യപ്പെടുകയോ ആഗ്രഹിക്കുകയോ ചെയ്തില്ലെന്നുള്ള വിഷയമാണ്. കാരണം എന്താ ചോദിച്ചാൽ, എന്റെ ലക്ഷ്യം എപ്പോഴും എന്റെ ശുശ്രൂഷകളെ ദൈവം അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ വിഷയം. അതിന്റെ ഉത്തമമായ തെളിവാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോഴത്തെ ഉദാഹരണം പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ പ്ലാറ്റ്ഫോം, ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു മെറ്റീരിയൽ പ്ലാറ്റ്ഫോമില് എന്നെ ഒരു പ്രസംഗത്തിന് വിളിക്കും ചിന്തിക്കുക, മാക്സിമം 500 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ 2000 പേരായിരിക്കും ഞങ്ങളുടെ വലിയ യോഗത്തിന് വിടുന്നത്. എന്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിനകത്ത് എത്രയോ ആയിരങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ഞാൻ ആദ്യം ഇത് ശ്രദ്ധിക്കാറില്ല. കാരണം അത് അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളത് ശരിയാണ്. കാര്യം യൂട്യൂബിനെ ഞാൻ ശ്രദ്ധിക്കാറില്ല.
മെസ്സേജ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ അതവിടെ സ്റ്റോർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്റെ പ്രസന്റേഷൻ എല്ലാം ഫേസ്ബുക്കിലായിരുന്നു. അത് ഫേസ്ബുക്കിലെ നാനാ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വേറെ പ്രതർക്കാരോ പെന്തക്കോസുകാരോ മാത്രമല്ല, നാനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ എന്റെ ശുശ്രൂഷകൾ കേൾക്കാനും വചനം പഠിക്കാനും ചില കാര്യങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടാനും ചിലതിനെ പിന്നെ ഈ ശുദ്ധീകരണം വരുത്താനും ചിലർക്ക് തീരുമാനമെടുക്കാനും ഒക്കെ മുഖാന്തരമായി ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചായിരിക്കും അതിനെക്കുറിച്ച് നിരാശയില്ല. കാരണം ഈ അംഗീകാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല വിഷയങ്ങളുണ്ട്. അതായത് പല ആളുകളുടെയും വ്യക്തി താല്പര്യങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴാണല്ലോ ഒരു അംഗീകാരത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത്. അതില് ദൈവം നൽകുന്ന അംഗീകാരത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ജീവിത വിശുദ്ധിയാണ്. അത് ഇന്ന് വരെ സൂക്ഷിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകിയിട്ടുണ്ട്. അപ്പൊ ജീവിത വിശുദ്ധി സംബന്ധിച്ച് എനിക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പോലും അവിടെ പോലും വിളിച്ചു പറയുകയില്ല. ഇപ്പൊ എന്റെ ബ്രോഷർ ഇട്ട സമയത്ത് ഇദ്ദേഹം ഏതെങ്കിലും ധാർമ്മിക പ്രശ്നങ്ങളാണെന്ന് ഒരു മനുഷ്യൻ പോലും അത് ആത്മവിശ്വാസം പറഞ്ഞാൽ സാധാരണ പറയുകയില്ല. ഹൃദയാവും സാധാരണ പറയും, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ 45 വർഷമായി സൂക്ഷ്മമായി വീക്ഷിച്ചിട്ടുണ്ട്, അമ്മാതിരി കാര്യങ്ങളൊന്നും ഞാൻ പറയാനായിട്ടില്ല എന്നേ പറയുള്ളൂ, അല്ലെങ്കിൽ യു ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ്. 2, പിന്നെ ഈ ചില ആൾക്കാർ പറയുന്ന ഒരു ഡ്രോബാക്ക് എന്നെ കുറിച്ചുണ്ട്. അതായത് എനിക്ക് വലിയ ഹെഡ് വെയിറ്റ് ആണെന്നാ പറയുന്നത്. ഈ ഹെഡ് വെയിറ്റ് പറയുമ്പോൾ ഞാൻ പറയാം, എനിക്ക് സത്യത്തിൽ ഒരു ഹെഡ് വെയിറ്റ് ഇല്ല. എന്നോട് ഇടപെടുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ കാര്യം ഈ ഡിബേറ്റിൽ വന്നിട്ടുള്ള ആരോടൊക്കെയാണ് ഡോക്ടർ പിന്നെ ഇദ്ദേഹം നമ്മുടെ തോമസ്, ഷിബു പീഡിയക്കല്, ജിനു നൈനാൻ, സജി മണിയാറ്റ്, അനിൽ കൊടുത്തോട്ടം, ഇങ്ങനെ തുടങ്ങിയ അസംഖ്യ ആളുകളുമായിട്ട് ഞാൻ സെബാസ്റ്റ്യൻ പൊന്നേക്കല്, കുരുള കുളഞ്ഞുക്കമ്മിൽ, ഇവരോടെല്ലാം ഞാൻ വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ആ സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ വിഷയത്തിനകത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വളരെ ഫ്രണ്ട്സാണ്, മനസ്സിലായോ? അപ്പം ആ ഒരു ഡൈവേർഷൻ ഒരിക്കലും കാണിക്കാറില്ല. അപ്പം പിന്നെ എന്റെ സൃഷ്ടിയിൽ ദൈവം എന്നെ സൃഷ്ടിച്ചേക്കുന്നത് ഒരല്പം ഗൗരവമുള്ള മുഖത്തോടും ഒക്കെയാണ്. എനിക്ക് ആർട്ടിഫിഷ്യൽ സ്മൈലിംഗ് അറിയാൻ വയ്യ, ഞാനത് ചെയ്തിട്ടില്ല. ആർട്ടിഫിഷ്യൽസ് അറിയാൻ വയ്യ, മുഖസ്തുതി പറയാൻ അറിയാൻ വയ്യ. ഒരു മനുഷ്യനോട് ഇന്ന് വരെയും മുഖസ്തുതി പറഞ്ഞിട്ടില്ല, മുഖസ്തുതി പറയാൻ. പിന്നെ എനിക്കൊരു 1000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം ഒരു മനുഷ്യനോട് പോലും എനിക്ക് 1000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് പേഴ്സണലിയോ അല്ലാതെയോ പറയുന്നൊരു സ്വഭാവമില്ല. അപ്പം ആളുകൾക്ക് ചിന്താഗതി ഇയാൾക്ക് കാശുണ്ട്, ആരോടും വിധേയപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരോട് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്നെ അടുപ്പെടുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ഹെഡ് വെയിറ്റും ഇല്ല, പിന്നെ ബോഡി വെയിറ്റും ഇല്ല. ബോഡി വെയിറ്റ് ഉണ്ട്, 90 കിലോ 86 കിലോ തൂക്കമുണ്ട്, മനസ്സിലായോ? 6 അടി 2 ഇഞ്ച് നീളമുണ്ട്. അപ്പം ഓരോരുത്തരുടെ വ്യക്തിപരമായ അസസ്മെന്റ് ആയിരിക്കുമല്ലോ. ഇപ്പൊ മനുഷ്യന്റെ മനസ്സിലേക്ക് എന്താ നമുക്കറിയാൻ പറ്റുകയില്ലല്ലോ. ഏതായാലും എന്റെ ശുശ്രൂഷകളെ സ്വീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്വഭാവമല്ല. വാസ്തവത്തിൽ ഞാൻ നിൽക്കുന്ന സമൂഹം എന്റെ ശുശ്രൂഷകളെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ശുശ്രൂഷകൾ സ്വീകരിക്കുന്നതിനേക്കാളും അധികം പെന്തക്കോസ്റ്റൽ സ്വഭാവങ്ങളാണ് എന്റെ ശുശ്രൂഷകളെ കൂടുതലും സ്വീകരിക്കുകയും പ്രവർത്തിക്കുക. 10,000-കണക്കിന് ആർട്ടിക്കിൾ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും. അപ്പൊ അതൊക്കെ ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ പ്രയോജനപ്പെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ അംഗീകാരം എന്ന് പറയുന്ന വാക്കിന് മാനുഷികമായ വീക്ഷണത്തിലാണ് നമ്മൾ പലപ്പോഴും അതിനെ മാർക്കിടുന്നത്. ദൈവം എങ്ങനെയാണ് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്കും ജീവിതത്തിനും മാർക്കിടുന്നുള്ളതാണ് ഞാൻ പ്രധാനമായും ചെയ്തത്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്ലാറ്റ്ഫോം അസൈൻ ടു മീ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ തത്വശാസ്ത്രം അങ്ങനെ ആയതുകൊണ്ട് പ്ലാറ്റ്ഫോം കിട്ടുന്നതിന്റെ ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റി ഓഫ് ദി പ്രസന്റേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി ലൈഫ്, അതാണ് ഞാൻ അധികവും പ്രാക്ടിക്കലായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത്. പിന്നെ വേറെ വിഷയങ്ങളുണ്ട്. ഐ ആം നോട്ട് വെരി മച്ച് ഫ്രണ്ട്ലി. അതായത് ഈ ആളുകളെ കാണുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയി കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, പിന്നെ അതുപോലെ അവരോട് ഇങ്ങനെ ഹൃദ്യമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇവിടെ ഇങ്ങനെയില്ലാതെ ഒരു ഗൗരവഭാവം എല്ലായ്പ്പോഴും സൂക്ഷിക്കാറുണ്ട്. അത് എനിക്ക് അങ്ങനെ പൊങ്ങച്ചുണ്ടായിട്ടൊന്നുമല്ല, ദാറ്റ് ഈസ് മൈ നേച്ചർ. ഏതാ ഒരാളുടെ നേച്ചറിനെ മനഃശാസ്ത്രപരമായി പഠിക്കാൻ ആൾക്കാർക്ക് ഇടയായിരിക്കുമ്പോഴാണ് ആളുകൾ റിമാർക്കുകളൊക്കെ പറയുന്നത്. പിന്നെ വേറൊരു വിഷയമുണ്ട്. ഈ മനുഷ്യ സഹജമായ ഒരു സ്വഭാവമുണ്ട്. ഈ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ചിന്താഗതി പൊതുവെ ആൾക്കാർക്കുണ്ടല്ലോ. അത് പൊതുവെ പറയും ആർക്കും കീഴ്പ്പെടുകയില്ല എന്ന് പറയുന്ന റിമാർക്കാണ്. ഈ കീഴ്പ്പെടുത്തുന്നത് തെറ്റല്ലേ വേറൊരാളെ? അതിനാവശ്യമില്ല. കാര്യം എവരി പേഴ്സൺ ഹാസ് ഹിസ് ഓൺ ഐഡന്റിറ്റി. ആ ഐഡന്റിറ്റി ഹാസ് ഹിസ് ഓൺ വാല്യൂ. ഞാനൊരു ദരിദ്രനായിരുന്ന വ്യക്തിക്ക് പോലും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വാല്യൂ ചെയ്ത ആളാണ്.
അദ്ദേഹത്തിന് അത് ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ലീവ് മീ അലോൺ ടു എൻജോയ് മൈ ഫ്രീഡം എന്നുള്ള പോർട്ട്ഫോളിയോ ആണ് എല്ലായ്പ്പോഴും ഞാൻ സൂക്ഷിക്കാറുള്ളത്. അതൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള വിഷയത്തിലേക്ക് വന്നിരിക്കുന്ന കാര്യം. മനുഷ്യന്റെ മനസ്സിലിരിക്കുന്നത് എന്താണ് നമ്മളെങ്ങനെ അറിയുന്നത്? ഏതായാലും നിങ്ങളുടെ അസസ്മെന്റ് ശരിയാണ്. ഒരു പക്ഷെങ്കിൽ എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ലഭിക്കാമായിരുന്ന അവസരങ്ങൾ ആ നിലയിൽ ലഭിച്ചിട്ടില്ല, അത് ശരിയാണ്. അതിന് അവരുടെ ഭാഗം പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഹെഡ് വെയിറ്റ് വന്നോ, മെജോറിറ്റി പറയുന്ന ഹെഡ് വെയിറ്റ് ആണ്. അതായത് എന്നോട് പലരും പറയുന്നുണ്ട് സൗകര്യം വലിയ ഹെഡ് വെയിറ്റ് ആണ് എന്ന് പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ തന്നെ ഞാൻ അവരോട് 2 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ അയ്യോ ഞങ്ങളുടെ ധാരണ നേരെ തിരിച്ചായിരുന്നല്ലോ, സഹോദരൻ ഒരു ഹെഡ് വെയിറ്റും ഇല്ലല്ലോ എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഈ ദൂരത്തിരുന്നുണ്ടാകുന്ന പേഴ്സണൽ അസസ്മെന്റ് ആണ് പലപ്പോഴും പല കാര്യങ്ങൾക്കും വിലയിരുത്തപ്പെടലായിട്ട് മാറുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ എനിക്കതിലൊരു നിരാശയില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാല് ഒരു മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് ചെയ്യാവുന്ന ശുശ്രൂഷ ഇവിടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആണിലൊരുക്കി കിട്ടുന്ന കൺവെൻഷനായി മെയിൻ വിഷയം, മനസ്സിലായോ? അപ്പൊ ഇപ്പൊ തന്നെ കൺവെൻഷൻ സീസൺ കഴിയും. ഇനിയിപ്പോ കൺവെൻഷൻ അടുത്ത കൊല്ലമല്ലേ ഉള്ളൂ. അടുത്ത കൊല്ലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസത്തെ കിട്ടുന്ന അപൂർവങ്ങൾ അവസരങ്ങളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഓൾ ദ 365 ഡേയ്സ് ഓഫ് ഇയർ ഞാൻ എൻഗേജ് ആണ്. അപ്പൊ ഞാൻ ഒരു ദിവസം 13-14 മണിക്കൂർ എൻഗേജ് ആണ്. ഒന്നുകിൽ എഴുതുക, അല്ലെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ കവലയെ പ്രസംഗിക്കുക, അല്ലെങ്കിൽ ഭവനം സന്ദർശിക്കുക, അല്ലെങ്കിൽ ലൈവിൽ മെസ്സേജ് കൊടുക്കുക. ഇതാണ് എന്റെ പാറ്റേൺ. അപ്പൊ ഞാൻ റെസ്റ്റ്ലെസ്, എപ്പോഴും എൻഗേജ് ആണ്. എപ്പോഴും എൻഗേജ് ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ വായിച്ചു എടുത്ത പുസ്തകം തന്നെ 1800 ഇതിനോടകം. അപ്പം ഐ ആം ഓൾവേസ് എൻഗേജ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡിപ്രസീവ് ചിന്താഗതിയോ അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ നൽകിയില്ലെന്നോ അല്ലെങ്കിൽ അംഗീകാരം കുറവാണെന്നോ മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുന്ന ചിന്താഗതിയെ കുറിച്ചുള്ള ഭാരമൊന്നുമില്ല. കാര്യം വെച്ചാൽ ദ ലോർഡ് ഈസ് യൂസിങ് മീ ദി അതർ വേ. വേറൊരു നിലയിൽ എന്നെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് എല്ലാവരും ഉപയോഗപ്പെടുമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറ്റുകയുള്ളൂ. കാര്യം ഞങ്ങളുടെയൊക്കെ കമ്മ്യൂണിറ്റിയിൽ 8-10 ആൾക്കാരെയാണ് ഒരു ലൈഫ് ടൈമിൽ അവർ പൊതു ശുശ്രൂഷകൾ ഉപയോഗിക്കുന്നത്. ആ 10 പേരിങ്ങനെ എല്ലാ വർഷവും എല്ലാ ശുശ്രൂഷകളും എൻഗേജ് ആയിരിക്കും. ബാക്കിയുള്ള ഒരുപാട് പ്രാപ്തന്മാരായ ആളുകളുണ്ട്. മെനി ഓഫ് ദം മൈറ്റ് നോട്ട് ബി നോൺ ടു ദി ജനറൽ പബ്ലിക്. പക്ഷേ ദർ ആർ സോ മെനി കേപ്പബിൾ പീപ്പിൾ. ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. എനിക്ക് ആരോടും വ്യക്തിപരമായി ഒരു വിദ്വേഷമോ ഒരു പ്രയാസങ്ങളോ ഒരു നിരാശയോ ഒന്നും എനിക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ലോർഡ് ഈസ് ഡൂയിങ് സംതിങ് ഗ്രേറ്റ് ത്രൂ മൈ ലൈഫ് ഓൺ ദി അതർ വേ, വേറൊരു പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിക്കുന്നെങ്കിൽ ലിറ്ററൽ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തരാഞ്ഞതിൽ നിരാശയില്ല. ഇനി അങ്ങനെ നൽകാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടം എനിക്കല്ല, ആ സമൂഹത്തിന്. അത് ദേ ആർ അക്കൗണ്ടബിൾ ടു ഗോ. എന്നെ സംബന്ധിച്ച് ദൈവം എന്നെ ഫലമേൽപ്പിച്ച ചില താലന്തുകൾ ഞാൻ എങ്ങനെ വിനിയോഗം ചെയ്തു എന്നതിനെ കുറിച്ച് മാത്രമേ ദൈവം എന്നോട് ചോദിക്കുകയുള്ളൂ. സോ മൈ അക്കൗണ്ടബിലിറ്റി ഈസ് ടു മൈ ഗോഡ് ആൻഡ് ടു മൈ ഓൺ കോൺഷ്യൻസ്. അങ്ങനെയാണ് എന്റെ കാര്യം.